40 വർഷം നീണ്ട അഭിനയ ജീവിതം, അതിനിടെ 500-ലേറെ കഥാപാത്രങ്ങൾ. കുട്ടനാട് മലയാളത്തിന് സമ്മാനിച്ച മലയാളത്തിൻ്റെ സ്വന്തം നടന വിസ്മയം നെടുമുടി വേണു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനരായ അഭിനേതാക്കളിൽ ഒരാളായ വേണുചേട്ടൻ്റെ വട്ടിയൂർക്കാവിലുള്ള തമ്പ് എന്ന വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സുശീല വേണു ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ജനം ഓൺലൈനിലേക്ക് സ്വാഗതം. ചേച്ചി അങ്ങനെ പൊതുവേ ഒരുപാട് ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരുപാട് അഭിമുഖങ്ങളൊന്നും കൊടുത്തിട്ടുള്ള ആളല്ല. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ലൈഫ് ഇങ്ങനെ ജീവിച്ച് പോകണ്ടേ നമ്മൾ. ഒരു പുള്ളി ഇല്ല, പക്ഷേ നമ്മളത് ഓർത്തിരുന്ന് കഴിഞ്ഞ് ജീവിതം അതിൻ്റെ ഗതിക്ക് ഇങ്ങനെ മുൻപോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതിനൊപ്പിച്ച് നമ്മളും പോകുന്നു. ഇങ്ങനെ പുള്ളിയുടെ അസാന്നിധ്യം എന്ന് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെ ഞാൻ അറിയുന്നത്. എൻ്റെ ശരീരവും എൻ്റെ ഊർജവും എല്ലാം എനിക്കങ്ങ് നഷ്ടപ്പെട്ടു. പകുതി മുക്കാലോളം പോയ പോലത്തെ ഒരു പ്രതീതിയാണ് എനിക്ക് എപ്പോഴും. ഏത് വർഷമായിരുന്നു വിവാഹം കഴിഞ്ഞത്? 1982 ഏപ്രിൽ 12. ഓക്കെ. എങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതൊക്കെ? പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബന്ധു തന്നെയാണ്. ഞങ്ങളുടെ ഒരേ നാട്ടുകാരാണ്, ഒരു ബന്ധുക്കളാണ്. ഒരേ വീട്ടിൽ തന്നെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പഠിക്കുമ്പോൾ. അങ്ങനെ വളരെ കുട്ടിക്കാലം മുതലേ ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ടേ എനിക്ക് നല്ല പരിചയമാണ് പുള്ളി അങ്ങനെ അവളുടെ വീട്ടിൽ പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു അടുപ്പം നേരത്തെ ഉണ്ട്. അത് പുള്ളിയുടെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് വിവാഹത്തിലേക്ക് എത്തിയത്? എൻ്റെ ഏറ്റവും ഇളയ അപ്പച്ചി, അത് അച്ഛൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചിരിക്കുന്നത് പുള്ളിയുടെ വേണിച്ചേട്ടൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആ വീട് ശരിക്കും ഞങ്ങളുടെ കുടുംബ വീടാണ് ഞങ്ങളുടെ. അത് അപ്പച്ചിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളും ചെല്ലും, ഇവരും വരും. അങ്ങനെ അവിടെ വെച്ച് കാണാറുണ്ടായിരുന്നു വല്ലപ്പോഴുമൊക്കെ. പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ 8, 9, 10 അവിടെ നിന്നാണ് പഠിച്ച്. പുള്ളി പ്രീ ഡിഗ്രിക്ക് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ട് വഴിക്ക് അങ്ങ് പോകുന്നുള്ളതല്ലാതെ മിണ്ടിയിട്ട് പോലും ഇല്ല. അങ്ങനെ ഒന്നും താല്പര്യമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ വീട്ടിൽ വെച്ച് കണ്ടു. ഒരാവശ്യത്തിന് അവിടെ ചെന്നു. ഞാനവിടെ കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നു, സുഖമില്ലാതെ വന്നു. അപ്പോൾ എങ്ങനെ പുള്ളി കറങ്ങി അവിടെ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ വയ്യാതെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ അത് കുറേ ഹിസ്റ്ററിയാണ് അതൊക്കെ. അങ്ങനെ അതൊക്കെ ഒരു തീർത്തും വിചാരിക്കാത്തൊരു കാര്യം. പുള്ളി ഇങ്ങനെ എന്നോട് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു, പുള്ളിയുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. സമയവും സന്ദർഭവും ഒന്നും ശരിയല്ലായിരുന്നു, വയ്യാതെ കിടക്കുകയൊക്കെ ആയിരുന്നു. എന്നാലും എനിക്ക് ഒരു ഇഷ്ടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല വിവാഹത്തെക്കുറിച്ച്. പക്ഷേ എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ തന്നെ ഒരു കാര്യം ഒത്തു വന്നപ്പോൾ എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന്. അപ്പോൾ തന്നെ പുള്ളി വീട്ടിൽ ചെന്ന് വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു. അവർക്കൊക്കെ സമ്മതമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ അച്ഛന് താല്പര്യം ഇല്ലാതെ വന്ന് പറഞ്ഞത് ഞാൻ തീർത്തും എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ പറഞ്ഞതാണ്, എനിക്ക് ഇഷ്ടമാണെന്ന്. അതിൽ നിന്ന് പിന്നെ എനിക്ക് മാറാൻ അച്ഛൻ പറഞ്ഞതായിട്ട് പോലും ഞാൻ മാറിയില്ല. അന്ന് ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്കന്ന് 24. അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചില്ല. പിന്നെ കല്യാണത്തിൻ്റെ ആകപ്പാടെല്ലാം കുഴപ്പമായി, നടക്കത്തില്ല എന്ന് തന്നെ തീരുമാനമായി കഴിഞ്ഞ് പിന്നെ പുള്ളി ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല. പുള്ളി മദ്രാസിൽ ഷൂട്ടിങ്ങിലൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ കാണാനോ അല്ലെങ്കിൽ എന്താണ് ഇനിയത്തെ എന്നും പറഞ്ഞ് പുള്ളി അന്വേഷിച്ച് ചോദിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടേ ഇല്ല പുള്ളിയെ. പിന്നെ ഇതിങ്ങനെ വേറെ ആലോചനകളും ഒന്നും എനിക്കിനി വേണ്ട, എനിക്കെന്തോ ഒരു വാക്കിൻ്റെ ഇതിന് വില കൊടുക്കണമല്ലോ. അപ്പം എനിക്ക് ഇഷ്ടമുള്ളത് മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ പുള്ളിയോട് രണ്ടാമത് പറഞ്ഞത്, എനിക്ക് ഇത് തന്നെ മതി, എന്ത് പ്രശ്നമാണേലും. പക്ഷേ ചേച്ചി നിർബന്ധം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വിവാഹം നടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വീട്ടിൽ എൻ്റെ അച്ഛനെ പിന്നെ ധിക്കരിച്ചുകൊണ്ടേ ഞാൻ ഇതിലേക്ക് വരണമെന്ന് പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് അച്ഛനോട് ഭയങ്കര കടപ്പാടും സ്നേഹമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനതിന് ചെയ്യുമെന്ന് പുള്ളി പോലും വിചാരിച്ച് കാണത്തില്ല. പക്ഷേ എനിക്ക് പുള്ളിയെ കൊച്ചിലെ തൊട്ടേ എനിക്ക് താല്പര്യം.
ഈ രീതിയിലല്ല, എന്നാലും ആലോചിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമാണ്, ഇത് കൊള്ളാം, ഈ പുള്ളി എനിക്ക് പറ്റിയതാണ്, നല്ല കൂട്ടാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പുള്ളി ഈ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, അത്രയേറെ ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അതാ കാര്യം. അവസാനം അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ തന്നെ നടത്തി രജിസ്റ്റർ മാരേജ്. 4 വർഷത്തോളം വെയിറ്റ് ചെയ്തു. അച്ഛന് നല്ല വാശിയൊക്കെ ഉള്ള ആളാണ്. അച്ഛൻ പറഞ്ഞെടുത്ത് തന്നെ നിന്നു. എനിക്കിത് തന്നെ മതിയെന്ന് ഞാനും പറഞ്ഞു. എന്നിട്ട് ഏത് പോയിന്റിലാണ് പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛന് മൂത്ത മകനുണ്ടായപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. പുള്ളിക്ക് ഇഷ്ടമാണ്. വേണിച്ചേട്ടൻ്റെ ശശി എന്നാണ് പുള്ളി എല്ലാവരും വിളിക്കുന്നത്. ശശിന് ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്യും, വന്നിട്ടുമൊക്കെ ഉണ്ട്. അച്ഛന് ഇഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമല്ലായിരുന്നേ ഉള്ളൂ. പക്ഷേ എങ്ങനെ അതൊക്കെ മാറി ഈ വീടൊക്കെ വെച്ചതൊക്കെ അച്ഛൻ വന്നാ. അപ്പോഴത്തേക്കൊക്കെ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ അച്ഛനും അമ്മയും കൂടെ വന്നു. ഞങ്ങളുടെ 35ാം വിവാഹവാർഷിക സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാണ്, 35 വർഷമായോ, തോന്നുന്നേ ഇല്ല, ഒരു 8-9 വർഷം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും, ചേച്ചി ഇപ്പം അതിന് മറുപടി ആയിട്ട് എനിക്ക് 80 വർഷം കഴിഞ്ഞ പോലെ തോന്നുന്നേ. 50 90 ഞാൻ പറഞ്ഞു. അത് ഞാൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇവിടെ വരുമ്പോൾ എപ്പോഴും ഫ്രഷാണ് ഈ വീട്. പുള്ളി കറക്കം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഫ്രഷാണ്. അപ്പോൾ പുള്ളിക്ക് എല്ലാം പുതിയതാണ്. പുള്ളി വരുമ്പോഴത്തേക്ക് ഞാൻ അതുപോലെ എല്ലാം മാറ്റി പുതിയതാക്കിയൊക്കെ വെക്കും, വൃത്തിയാക്കിയൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വരുമ്പോൾ എല്ലാം സന്തോഷമേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുന്ന ഞാനല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ കുറേ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോണതായിട്ട് എനിക്കിങ്ങനെ തോന്നും. അദ്ദേഹം വളരെ തിരക്കേറിയ നടനായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടി. നാട്ടിലിറങ്ങിയാലും എവിടെ ഇറങ്ങിയാലും ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ വരുന്നു, വേണിച്ചേട്ടാന്ന് വിളിക്കുന്നു, അങ്ങനെ വൻ പോപ്പുലർ ആവുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ അത് ഏതെല്ലാം രീതിയിൽ ചേച്ചിയെ സ്വാധീനിച്ചിട്ടുണ്ട്? ആ ഒരു പോപ്പുലാരിറ്റി എന്നെ ബാധിച്ചിട്ടേ ഇല്ല. അതൊക്കെ വേറൊരു ലോകം. ഞാനിവിടെ വീട്ടിലേക്ക് മാത്രമായിട്ടായിരുന്നു. എനിക്ക് ആ ഒരു തിരക്കും ആ പോപ്പുലാരിറ്റിയും ഒന്നിനോടും എനിക്ക് താല്പര്യമില്ലായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കുഞ്ഞുങ്ങളുടെ പഠിത്തം, വീട്ടിലെ എല്ലാവരും, നാട്ടിലുള്ള ഞങ്ങളുടെ 2 കൂട്ടരുടെ ആൾക്കാരെല്ലാവരും എപ്പോഴും ഇവിടെ കാണും. ശശിൻ്റെ അമ്മയുണ്ടാവും, എൻ്റെ അമ്മയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയൊരു തമ്പ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു പണിയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോകുമോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ? 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് ആകെ. അതോടുകൂടി മതിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇറങ്ങുന്ന സിനിമകളൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഞാൻ കാണാറേ ഇല്ല. വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ടി വിയിൽ വരുമ്പോൾ കാണും. എനിക്കങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് നല്ല സിനിമകളൊക്കെ കാണാൻ നല്ല താല്പര്യമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ വന്നു കഴിഞ്ഞ് എനിക്ക് സിനിമ കാണുന്നതൊക്കെ ഞാനങ്ങ് നിർത്തി, ഏകദേശം നിർത്തി എന്ന് വേണം പറയാൻ. പിന്നെ പ്രിവ്യൂവിനൊക്കെ ചില പടങ്ങൾക്കൊക്കെ പോകും എന്നേ ഉള്ളൂ. അങ്ങനെ വെറുതെ സിനിമയ്ക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് പോക്കൊക്കെ തീരെ കുറവായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കഥാപാത്രങ്ങളോ ഏതെങ്കിലും സിനിമകളൊക്കെ വരുമ്പോൾ അപ്പോഴെങ്കിലും കാണാൻ ഒരു താല്പര്യമൊക്കെ തോന്നും? എനിക്ക് അങ്ങനെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രത്യേക നേച്ചർ, ഞാൻ വളരെ സെൻസിറ്റീവാണ്, ഒരു വെപ്രാളക്കാരിയൊക്കെയാണ്. അല്ലാതെ ഇത് സിനിമയാണ്, പുള്ളിയെ ഇടിക്കുന്നതോ തല്ലുന്നതോ അല്ലെ പുള്ളി മരിച്ചു പോകുന്നത് ഇങ്ങനത്തെ അല്ലെ പുള്ളി അങ്ങനത്തെ ഒന്നും തന്നെ എനിക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിയുടെ അമ്മ പോകുമായിരുന്നു. ഒരു വേദിയിൽ പറഞ്ഞേക്കുന്ന 1-2 വാക്കുകളാണ്, ഞാനത് പറയാം. ഞാൻ നല്ലൊരു ഗൃഹനാഥനല്ല, ഭർത്താവല്ല, അയൽക്കാരനുമല്ല, പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയ കൂട്ട് എൻ്റെ ഭാര്യ. എൻ്റെ പല കുറവുകളും പരിഹരിക്കാൻ ശേഷിയുള്ള സ്ത്രീയാണ്. ഒരു പക്ഷേ അതൊരു സൗകര്യമായി ഞാൻ എടുത്തിട്ടുണ്ടാകാം. ഇത് അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞത്. ഇത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. എന്ത് തോന്നുന്നു? പുള്ളി അത് പറഞ്ഞത് 100% ശരിയാ. പുള്ളി സത്യത്തിലൊരു ഭർത്താവിൻ്റെതായിട്ടുള്ള ഒരു രീതിയല്ല പുള്ളിക്കൊരു പിള്ളേർ കളിയാ. പുള്ളിയെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം തമാശയും ചിരിയും, അല്ലെങ്കിൽ ഒട്ടും സീരിയസ് അല്ല. ഒരു അതൊക്കെ തന്നെയാണ് പുള്ളി. ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ വേണ്ടേ.
അതിനൊന്നും പുള്ളിക്ക് അതിനൊന്നും ഇഷ്ടമില്ലെന്നാണോ അതോ പുള്ളിക്ക് അത് താല്പര്യമില്ല. പുള്ളി എപ്പോഴും ഒരു സഞ്ചാരിയാണ്. കല്യാണത്തിനൊക്കെ മുമ്പേ കോളേജിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞിട്ടൊക്കെ ആണേലും പുള്ളി വല്ലപ്പോഴും വീട്ടിൽ ചെല്ലുന്നത്. ഓണത്തിന് വർഷത്തിലൊരിക്കലൊക്കെ ചിലപ്പോൾ. ബാക്കി ഒക്കെ പുള്ളി നാടകം അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സ് ഫാസിലൊക്കെ ഉണ്ടായപ്പോഴേ പുള്ളിയുടെ വീട്ടിലൊക്കെയാണ് താമസം. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒക്കെയാണ് പുള്ളി വല്ലപ്പോഴും വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് പുള്ളി. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ വന്നു പെട്ടിട്ട് ഈ കഥാപാത്രം ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ചേട്ടനെങ്ങാനും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ അറിയിക്കത്തില്ല. ഇല്ലില്ല, എല്ലാം പുള്ളി തന്നെ മാനേജ് ചെയ്യുന്നത്. അതിലൊന്നും നമ്മളെ ഉൾപ്പെടുത്തത്തേ ഇല്ല. എന്നാലും വെറുതെ പറയും, ഓ ഇതൊക്കെ എന്തെല്ലാം പാടാ അവിടെ നിന്ന് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞങ്ങൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വരില്ല, ചിലപ്പോൾ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളതോ വില്ലനോ അല്ലെങ്കിൽ വല്ല ഇടയ്ക്കും തലയ്ക്കൊരു ഗുണ്ട ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോ ഇത്തവണ ഞാൻ കുറച്ച് വെറൈറ്റി ആണ്, സാധാരണ ഗൃഹനാഥനല്ല എന്ന് അങ്ങനെ ഒന്നും ഇല്ലില്ല, അത്തരം കാര്യങ്ങളൊന്നും പറയാറില്ല. പുള്ളി അങ്ങനെയാണ്. അതും അഥവാ എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിലും പറയാൻ വേണ്ടി പറയുകയല്ല. പുള്ളി വേറെ എന്തെങ്കിലും പറയുന്നൊരു കൂട്ടത്തിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തമാശയോ അങ്ങനെയൊക്കെ പറയുക എന്നുള്ളതല്ലാതെ സിനിമ വീടുമായിട്ട് ബന്ധപ്പെടുത്താൻ പുള്ളിക്കും താല്പര്യമില്ല, ഞാനൊട്ട് ചോദിക്കാറുമില്ല. അപ്പോൾ സൗഹൃദത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരിങ്ങോട്ട് വരലും ഇവിടെ നിൽക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കൾ? ഇല്ല, അതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള സൗഹൃദമൊക്കെ. അത് കഴിഞ്ഞ് ഉണ്ട് ചിലരൊക്കെ, എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. വന്ന് അങ്ങനെ ഒരു സൗഹൃദമായിട്ട് ഇവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെയുള്ള അങ്ങനത്തെ രീതികളൊന്നുമില്ല. ഇല്ല. പുള്ളി എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴേ പുള്ളിയുടെ പഴയ സൗഹൃദമൊക്കെ കുറച്ച് പുള്ളി ആ ഒരു ആഘോഷമൊക്കെ കുറച്ചു. അദ്ദേഹം എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നന്നായി ദൂർത്തടിച്ചിട്ടുള്ള ആളാണ്. ദൂർത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ യൗവനമൊക്കെ ഞാൻ നന്നായി ദൂർത്തടിച്ചിട്ടുള്ള ആളാണെന്ന്. ശരിയാ, പുള്ളി ആഘോഷിച്ച് ജീവിച്ച ആളാണ്. എന്ന് വെച്ചാൽ പുള്ളി സിനിമയ്ക്ക് പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരെ അവരെയൊക്കെ പുള്ളിയുടെ സ്വഭാവമേ അതാണ് സത്യത്തിൽ. രസിപ്പിക്കുക, സൗഹൃദ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേരുന്നതൊക്കെ സമയത്ത് പാട്ടുപാടി അല്ലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, എല്ലാവരെയും രസിപ്പിക്കുക, കൂട്ടത്തിൽ പുള്ളിയും സന്തോഷിക്കുക. അത് തന്നെയാ ഈ രസിപ്പിക്കുന്ന ഒരു രീതി. അത് വീട്ടിലുണ്ടാവാറുണ്ട്, ഈ പാട്ടോ താളോ? അതൊക്കെ ഉണ്ട്. അത് പുള്ളി രാപകൽ ഇത് തന്നെയാ പണി. ഇവിടെ ഉള്ളപ്പം ആ പാട്ട് പാടിക്കൊണ്ടേ നടക്കും. പുള്ളി തന്നെ പറയും, വീടിനകത്ത് എപ്പോഴും ഒരു പാട്ടിൻ്റെ ഒരു അല ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം, എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം. രാവിലെ ആണെങ്കിൽ എം എസ് സുബ്ബലക്ഷ്മിയുടെ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഭക്തിഗാനങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നാടകഗാനങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. എപ്പോഴും പുള്ളി പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇല്ലെങ്കിൽ തന്നെ പാടും. നടക്കുമ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പാടിക്കൊണ്ട് നടക്കത്തുള്ളൂ. അദ്ദേഹം മൂളിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ പാടിക്കൊണ്ട് നടന്നിരുന്ന എന്തെങ്കിലും കവിതകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? പുള്ളി നാടകത്തിനകത്തെ പണിക്കര് സാറുമായിട്ടുള്ള നാടകത്തിൻ്റെ ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആ സമയത്തൊന്നും ഞാൻ വന്നിട്ടില്ല ഇവിടെ. ആ സമയത്ത് പുള്ളി സത്യത്തിൽ എനിക്ക് അറിയാൻ പോലും വയ്യ. പുള്ളി ആ കാലഘട്ടത്തിലൊക്കെ സാറിൻ്റെ കൂടെ ഏതൊക്കെ സ്ഥലത്ത് നാടകത്തിന് പോയിരിക്കുവാണോ അങ്ങനത്തെ ഒന്നും ഞാൻ പഠിക്കാനായിട്ടങ്ങ് കോളേജിലേക്ക് പോയി. ഞാൻ ചെല്ലുമ്പോൾ തന്നെ പുള്ളി കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞു. പിന്നെ പുള്ളി എനിക്ക് അറിഞ്ഞുകൂടെ എവിടെയായിരുന്നു. അങ്ങനെ ആ സമയത്തൊക്കെ പുള്ളി ഫാസിലും പുള്ളിയൊക്കെ കൂടെ സാറിൻ്റെ കൂട്ടത്തിലേക്കൊക്കെ അങ്ങായി. അപ്പോൾ അതിലേക്ക് പിന്നെ ഓരോ താളങ്ങളും അതിനകത്തെ ചൊല്ലുകളും എല്ലാം വെറുതെ ഇരുന്ന് പുള്ളി അങ്ങ് എല്ലാം കാണാതെ അങ്ങ് അറിയാം. അപ്പോൾ ഇത് ചൊല്ലുന്ന കേൾക്കാം. അപ്പോൾ പറയുന്നത്, ഞാൻ ചോദിക്കും ഇതൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയും, എത്രയോ സ്ഥലത്ത് വേദികളിൽ 10, 100 എന്ന് പറഞ്ഞ പോലെ വേദികളിൽ കളിച്ച് ഇതെല്ലാം കാണാപ്പാടമാണ് എന്ന് പറയും. ഇവിടുത്തെ എല്ലാ കാര്യത്തിനും സാറ് വരികയും ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉണ്ണിയൊക്കെ എഴുത്തിനെഴുത്തിയത് സാറാണ്. ഇവിടുത്തെ എന്ത് കാര്യം, ഞങ്ങളുടെ കല്യാണത്തിനും സാറ് തന്നെ വന്നിരുന്നു. എല്ലാ കാര്യത്തിനും സാറും ചേച്ചിയും കാണും. പുള്ളിക്ക് അത്രയ്ക്ക് താങ്ങാൻ പറ്റിയില്ല സാറിൻ്റെ പോക്ക്. അങ്ങനെ തന്നെയായിരുന്നു. അരവിന്ദേട്ടൻ്റെ അങ്ങനെയായിരുന്നു, ഭരതൻ ചേട്ടൻ്റെ അതെ, എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പണിക്കർ സാറിൻ്റെ വലിയൊരു വല്ലാത്തൊരു തളർച്ചയായിപ്പോയി പുള്ളി. അന്ന് പിന്നെ എണീറ്റിട്ടേ ഇല്ല. എല്ലാം കഴിഞ്ഞ് കാവാലത്തും പോയിട്ടൊക്കെയാണ് വന്നത്. എല്ലാം കഴിഞ്ഞാണ് വന്നത്. സാറിനെ എല്ലാവരും കൂടെ ചേർന്ന് സാറിൻ്റെ കവിതകളെല്ലാം ചൊല്ലി അങ്ങനെ ഒരു യാത്രയയപ്പായിരുന്നു. അതിനെല്ലാം മുന്നിൽ നിന്ന പുള്ളിയായിരുന്നു. ഓറില്ലേ, മെറ്റലിൻ്റെ ഓറുകളായി, അതിൽ നിന്ന് നമ്മൾ മെറ്റൽ ഇങ്ങനെ എടുക്കത്തില്ലേ എക്സ്ട്രാക്ട് ചെയ്ത്, അതേപോലെ കണ്ടെത്തിയത് സാറ് തന്നെയാണ്. ഈ നെടുമുടി
എന്നുള്ള പേര് വേണുവിനോടൊപ്പം ചേർക്കണമെന്ന് പറഞ്ഞത് കാവാലം സാറ് തന്നെയാണ്. ഒരുപാട് വേണുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട സാറേ എന്ന് പറഞ്ഞപ്പോൾ അല്ല, ഒരുപാട് വേണുണ്ട്, നെടുമുടി വേണു തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സാറ് തന്നെയാണ് പേരിൻ്റെ കൂടെ നെടുമുടി എന്ന് ചേർത്തത്. പുള്ളി ദിവസവും പുള്ളിയുടെ ഇവിടെ ഇരുന്ന പുള്ളി എന്നും പ്രാർത്ഥിക്കുന്നത്. പുള്ളിയുടെ പ്രാർത്ഥനകളിൽ എന്നും പുള്ളി സാറിനെ, പുള്ളിയുടെ അച്ഛൻ്റെ ഓർമ്മകൾ, അതുപോലെ സാറിനെയും പ്രാർത്ഥിക്കും. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസവും പിതൃതുല്യനായിരുന്നു. മുക്കുറ്റി, തിരുതാലി, അത് തൊട്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ അദ്ദേഹത്തിന്റെ ആലായാൽ തറ വേണം വരെ ഹിറ്റാണ്. ഒന്നാലോചിച്ച് എത്രയോ വർഷം മുമ്പത്തെ പാട്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് മൂളാനോ പാടാനോ? ഞാൻ പാടിയിട്ടേ ഇല്ല ഇതുവരെ. എന്താന്ന് വെച്ചാല് പുള്ളിക്ക് ഈ താളം പിന്നെ ഈണം ഇതിന്റെ ഒക്കെ ഭയങ്കര കണക്കാണ്. അതുകൊണ്ട് മൂളിപ്പാട്ട് പോലും ഞാനിവിടെ പാടത്തില്ല, ഞാൻ പാടിയിട്ടേ ഇല്ല. പുള്ളി പാട്ടിന്റെ ഉസ്താദാണ് പറയാം. അപ്പം ഞാനങ്ങനെ അത് കാരണം പേടിച്ച് ഞാനൊന്നും എനിക്കറിയാനും വയ്യ, പാട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പുള്ളിക്ക് ജന്മനാ കഴിവുണ്ട്, സംഗീതത്തിലും ആദ്യത്തിലും എല്ലാം കഴിവുള്ള ആളാണ്. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ആകം പോകാൻ ചന്ദനം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനിമാർകളായാൽ അടക്കം വേണം. ഞാനിതൊക്കെ പാടുന്നത് എന്താണെന്നറിയോ? കുഞ്ഞിനെ കേൾപ്പിക്കാനാ. അതുകൊണ്ടാണ് ഇതിന്റെ മുഴുവൻ ഞാൻ പാടും. ചേച്ചി പാടുന്നത് അദ്ദേഹം കേട്ടില്ല? ഇല്ല, ഇതേ ഇവരെ കേട്ടിട്ടില്ല. ചില വേദികളിൽ അദ്ദേഹം പ്രണയത്തെ കുറിച്ച് പോലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവമാണ് പ്രണയം എന്നുള്ളൊരു തോന്നലൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾക്കിടയിലുള്ളൊരു സ്നേഹം അതെങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ളതും പിന്നെ കല്യാണം കഴിഞ്ഞുള്ളതും ഹോസ്പിറ്റലിൽ വെച്ച് അവസാനത്തെ സമയം വരെയും ഒരേ രീതിയിലാണ് പോയത്. ഏറ്റക്കുറച്ചിലേ ഇല്ല. പുള്ളിക്ക് അങ്ങനെ ഒരു നേച്ചറാണ് പുള്ളിയുടെ. എന്തെങ്കിലും ചില സമയത്ത് നല്ല സ്നേഹം കാണിക്കുക അല്ലെ, അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക്. സ്ഥായിയായ സ്നേഹമായിരുന്നു. കൂടുതലും ഇല്ല, കുറവും ഇല്ല. ഞങ്ങളുടെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ഒരു രീതികളൊക്കെ ഇല്ലേ, അത് തുടർന്ന് അവസാനം വരെ അങ്ങനെയായിരുന്നു പുള്ളി. കുട്ടനാട് ഇഴുകിച്ചേർന്ന ഒരു ഇതാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഇല്ല. പുള്ളിയുടെ ജീവിതം എന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കുമ്പോൾ പോലും പുള്ളി 10 പ്രാവശ്യം കുട്ടനാട്ടിൽ പോയിട്ട് വന്ന് കാണും. മനസ്സുകൊണ്ടേ സന്ധ്യയ്ക്ക് എന്നും പുള്ളി ഒരു സഞ്ചാരം നടത്തിയിട്ടാണ് ഇവിടെ. സംഗീതം അതിൽ തന്നെ ഇപ്പോൾ നാടൻ പാട്ടുണ്ട്, ചൊൽപ്പാട്ടുകളുണ്ട്, കവിതകളുണ്ട്, സിനിമാ പാട്ടുകളുണ്ട്, കച്ചേരി, അങ്ങനെ തുടങ്ങി എല്ലാത്തിനോടും ഇപ്പോൾ വാദ്യകലകളോടും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു. ചേച്ചിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് വീണ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചു എന്നേ ഉള്ളൂ. അതിൽ കീർത്തനം വായിക്കുന്നവരെ കഷ്ടിച്ചായതേ ഉള്ളൂ, പിന്നെ അതൊന്നും തുടരാൻ പറ്റിയില്ല. ചെറുതിലേ പഠിച്ചിരുന്ന? അല്ല, ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പഠിച്ചതാണ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് പഠിത്തമാണ്, മറ്റേ സ്കൂളിലെ ഇതൊക്കെ ഇല്ലേ, ആ പഠനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ പുള്ളിക്ക് നേരെ തിരിച്ചാണ്. കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനേ കഴിയത്തില്ല, മെനക്കെടാൻ കഴിയത്തേ ഇല്ല. ആ സമയം കൂടെ പുള്ളി അന്നൊക്കെ റേഡിയോ ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി റേഡിയോയുടെ അടുത്ത് ഇങ്ങനെ പോയി നിന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ സിലോൺ റേഡിയോ ഇതെല്ലാം വെച്ച് അതിൻ്റെ അടുക്കൽ ഇങ്ങനെ പോയി നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഇതാണ് പരിപാടി. കൊട്ടുന്നതും ഒക്കെ എന്തിനൊരു കുടം കിട്ടിയാലും അല്ലെങ്കിൽ ഒരു കുടം വെള്ളം കോരുന്ന അതിൻ്റെ ആണെങ്കിലും അതേ കൊട്ടിക്കൊണ്ടേയിരിക്കും. പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ബെല്ലടിക്കുകയല്ല ചെയ്യുന്നത്, ഈ കഥയിലാണ് പുള്ളി പല താളങ്ങളിങ്ങനെ ഇടുന്നത്. അപ്പം തന്നെ നമുക്കൊരാളെത്തി ബെല്ലൊന്നും അടിക്കണ്ട, ആരാ വന്നതെന്ന് മനസ്സിലായി. താളം ഇടുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫോട്ടോ നമുക്കിവിടെ ഒന്ന് തൂക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കയറി ഫോട്ടോ തൂക്കാം, ആണി അടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആണി അടിക്കുന്നത് പോലും പുള്ളി ഇങ്ങനെ നമ്മൾ 3-4 കൊട്ടുകയല്ലേ, ഇതല്ല. ആണി അടിക്കുമ്പോഴും ഈ താളത്തിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറയും മതി താളം അടിച്ച് ആ ഫോട്ടോ തൂക്കിയിട്ടൊന്ന് ഇറങ്ങുന്നൊക്കെ പറയും. പക്ഷേ പുള്ളിക്ക് അത് ആ താളത്തിൽ അടിക്കാൻ പറ്റൂ.
ഏതിലും താളം കണ്ടെത്തും. മഴ പെയ്യുന്നതിനകത്ത് താളം ഉണ്ട്, അത് നീ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അറിയാത്തത്. കുഞ്ഞുങ്ങൾക്ക് മലയാളം പദ്യം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കത്തില്ലേ? അപ്പോൾ ഞാൻ ഓരോ വരി പഠിപ്പിക്കും. മൂത്ത മോന് മലയാളം ഇച്ചിരി ടഫായിരുന്നു പഠിക്കാൻ. അപ്പം ഒരു വരി പഠിപ്പിക്കും, പിന്നെ രണ്ടാമത്തേതും പഠിപ്പിക്കും, രണ്ടും കൂടി ഒരുമിച്ച് പഠിപ്പിക്കും. ഇതെല്ലാം കേട്ടിട്ട് പറയും ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടേ, അത് ആ മൊത്തത്തിൽ ഇതിനൊരു താളമുണ്ട് ഈ പോയത്തിന്. ആ താളം കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് പഠിക്കാൻ പറ്റും. എനിക്ക് താളം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ബൈ ഹാർട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഭയങ്കര നർമ്മബോധമുള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നവരോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നസെന്റും ഒക്കെ ആയിട്ടുള്ളൊരു അടുപ്പവും ഒരു സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നസെന്റിനുമായിട്ട് അടുപ്പം ഉണ്ടായത് ഇവിടെ പറയും മുമ്പേ തൊട്ടാണ്. രണ്ടുപേരും രണ്ട് തരക്കാരാണ് കേട്ടോ, രണ്ട് നേച്ചറാണ് രണ്ടുപേർക്കും. പക്ഷേ ഈ കാര്യത്തിനകത്ത് നർമ്മബോധത്തിൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്നും വെച്ചോ. വരും വന്നിട്ടുണ്ട്. പിള്ളേരെയൊക്കെ അറിയാം, ആലീസിനെ അറിയാം, എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്. പക്ഷേ ഇവർ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ നർമ്മം ഏറ്റവും കൂടുതൽ. ഇവർ മണിക്കൂറുകളോളമാണ് സംസാരിക്കുന്നത്, ദിവസവും 2-3 പ്രാവശ്യമൊക്കെ വിളിക്കും. രാത്രിയിലൊക്കെ ആണെങ്കിലും അതെ. പിന്നെ വയ്യാതിരുന്ന സമയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിളി തന്നെ വിളിയാണ്. ഞാനെന്നിട്ട് ചോദിക്കും ഇത്രയേറെ പറയാൻ എന്തിരിക്കുന്നു. അപ്പോൾ പറയുന്നത് ഇന്നസെൻറ്റിൻ്റെ തമാശ കേട്ടാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്ര പുള്ളി ഉണ്ടാക്കി പറഞ്ഞു കളയുമെന്നാണ് പറയുന്നത്. ആ കോവിഡ് സമയം പുള്ളിയെ വല്ലാതെ കുഴപ്പിച്ചു. പുള്ളിക്ക് അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല. വായിക്കാനായിട്ട് കണ്ണിനൊരു ചെറിയ കാറ്ററാക്റ്റിൻ്റെ ഇതുണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി ചക്ക വെച്ചു. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി ഇവിടെ ഇരിക്കുക, എല്ലാം വായിക്കണമെന്ന് പറഞ്ഞ്. ഒന്നും വായിക്കാൻ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം വായിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടിയില്ല. എഴുതണമെന്നുണ്ടായിരുന്നു. പലരും വിളിച്ച് പറഞ്ഞ ഈ സമയത്ത് വേണു എഴുതണം, ജീവിതം എഴുതണം, അതൊരു കാലഘട്ടത്തിൻ്റെ തന്നെ കഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അതിനോടൊന്നും ഡോക്യുമെൻ്ററി എടുക്കാൻ തന്നെ പലരും വിളിച്ചുകൊണ്ടേയിരുന്നു. പുള്ളിക്ക് അതിനുള്ള ഒരു ആരോഗ്യം, എന്തോ മാനസികമായിട്ടുള്ള ആരോഗ്യവും ഇത് ശാരീരികമായിട്ടുള്ള ആരോഗ്യവും പൊതുവെ ഇല്ലായിരുന്നു. തിലകൻ ചേട്ടൻ ഒരു സമയത്ത് കുറച്ച് വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ ടൈമിൽ അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹം? ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്ക് ഒരിക്കലും പുള്ളി അത് ഭയങ്കര വിഷമം, ഒരു നിരാശയും വിഷമവും എല്ലാം പുള്ളിക്ക് ഉണ്ടായേ. പുള്ളി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുമില്ല. പുള്ളിക്ക് നല്ല നടൻ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിലും തിലകൻ ചേട്ടനെ വളരെ ബഹുമാനിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായി. പുള്ളി അതിനകത്ത് റിപ്ലൈ ചെയ്യാൻ പോലും പോയില്ല. ഒരു പിണക്കവും തിലകൻ ചേട്ടനോട് ഇല്ല പുള്ളിക്ക്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, തിലകൻ ചേട്ടൻ ഒരു സാധു മനുഷ്യനാണ്, എന്ന് പറഞ്ഞാലും പുള്ളിക്ക് അത് ഭയങ്കര വിഷമം. പുള്ളിക്ക് അത് മറുപടി പറയാൻ പോലും പുള്ളിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ പിന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞു ചേട്ടൻ മിണ്ടാതിരിക്കും തോറും എന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ സങ്കടപ്പെട്ട ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് പറയേണ്ടി വന്നത്. അത് വലിയ സങ്കടം. പുള്ളിക്ക് അങ്ങനത്തെ ഇതൊന്നും പുള്ളിക്ക് പറ്റത്തില്ല. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം, ഇവരോടൊക്കെ ആയിട്ടുള്ള സൗഹൃദം അത് ചേച്ചി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഇവരോടെല്ലാം പുള്ളിക്ക് വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സൗഹൃദമാണ് ഉള്ളത്. പിന്നെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ തന്നെ ഒരു വളരെ സ്നേഹമായിട്ടാണ് പുള്ളിയോട് പെരുമാറുന്നതും. ഇപ്പോഴും അവരൊക്കെ വിളിക്കും. മമ്മൂട്ടിയും വിളിക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലാലും വിളിക്കും. പിന്നെ ഒരിക്കലും ഇതുപോലെ ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞത്, അത് മാത്രമേ എനിക്ക് മരക്കാറിൻ്റെ ഷൂട്ടിങ്ങിന് പ്രിയൻ്റെ വർക്ക് അതെവിടെയായിരുന്നു? അഹമ്മദാബാദിലെ ഈ ഫിലിം സിറ്റി അവിടെ വെച്ചായിരുന്നു. അപ്പോഴേക്കൊക്കെ പുള്ളിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ സാമൂതിരിയായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ആഹാരം കഴിക്കാനായിട്ട് കുറച്ച് ഒരു മടി, ഭക്ഷണം വേണ്ട എന്നുള്ളൊരു ഇത് വന്നേ. ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരെ ഈ ഇഫക്റ്റിന് വേണ്ടിയിട്ട് ഈ വലിയ ഫ്ലോറല്ലേ, അതിലിങ്ങനെ പുകയൊക്കെ ഇങ്ങനെ ഇടും. പുള്ളിക്ക് എന്തോ അത് അലർജിക്കാവും എന്തോ ചെയ്തിട്ട് പുള്ളിയെ പെട്ടെന്ന് പുള്ളി മേക്കപ്പ് ചെയ്തതിനിടയ്ക്ക് ഇങ്ങനെ ഫെയിലായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വന്നായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പുള്ളിക്ക് അലർജിയുടെ ഇതാണെന്ന്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടുന്ന് നേരെ പാലക്കാട് ചെന്നു. ഷൂട്ടിങ്ങിലായിരുന്നു, വൈകിട്ട് വന്നു. കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം വേണമെന്ന് തോന്നുന്നില്ല, കുറച്ച് കഴിക്കുന്നില്ല, അതിൻ്റെയൊക്കെ ആയിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായി. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലാലൊക്കെ ഉണ്ടായിരുന്നു, പ്രിയനും ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, കുറേ ദിവസങ്ങൾ കൂടി ഇന്നലെയാണ് ഞാൻ ആ ഭക്ഷണം കുറച്ച് ടേസ്റ്റായിട്ട് കഴിച്ചത്.
അത് ലാൽ നിർബന്ധിച്ച് പുള്ളി ചോറിങ്ങനെ എല്ലാം എടുത്ത് കുഴച്ച് ഉരുളകളാക്കിയിട്ട് ഉരുള എടുത്ത് വായി വെച്ചു ഇങ്ങനെ നിർബന്ധിച്ച് കൊടുത്ത് കുറേ ദിവസം കൂടി വയറ്റിനത് കുറച്ച് ആഹാരം ചെന്നതെന്ന് പറഞ്ഞു. അത് എനിക്കൊരു വലിയൊരു ഇത് തോന്നി. മമ്മൂട്ടി അങ്ങനെ തന്നെ എപ്പോഴും പറയും. മമ്മൂട്ടിയുടെ ഇടയ്ക്ക് ഒരുമിച്ചുള്ള ഷൂട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ മുണ്ടൊക്കെ കൊടുത്തു വിടും. അപ്പോൾ 1-2 പ്രാവശ്യം കഴിഞ്ഞിട്ടും പുള്ളിയുടെ ഒരു ചെറിയ കുറിപ്പും ബർത്ത്ഡേ ഇതല്ലേ അതിനൊക്കെ അയക്കും. പക്ഷെ ഒന്നും മറുപടി ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂട്ടിക്ക് മുണ്ടൊക്കെ കൊടുത്തു വിട്ടിട്ട് ഒരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ, വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവർക്കൊക്കെ എന്ത് തിരക്കാണ്, അതിനൊക്കിപ്പം ഇത് പറയാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ചെന്നപ്പോൾ മമ്മൂട്ടി ഉള്ള സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മമ്മൂട്ടിയോട് പറഞ്ഞു തോന്നി. ഞാൻ പറഞ്ഞു എന്തായാലും പറയണം ഇതെന്ന് പറഞ്ഞ് പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പുള്ളി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് തിരക്കാണ്, മനഃപൂർവ്വം അല്ല വിട്ടുപോണതാണ്, എറണാകുളത്ത് വരുമ്പോൾ പുതിയ വീട് വെച്ചു, അതിലേക്ക് വരണം, അവിടെ ഒന്നും പോകാൻ പറ്റില്ല, രണ്ടുപേരും കൂടെ വരണം, മകളുടെ കല്യാണത്തിനും എല്ലാത്തിനും വിളിക്കും. അങ്ങനെ എല്ലാവരുമായിട്ടും അതെ. ദിലീപും അച്ഛാന്നാണ് വിളിക്കുന്നത് പോലും. ഒരു പടത്തിൽ ഇഷ്ടമെന്ന് പറഞ്ഞ പടത്തിൽ പിന്നെ പുള്ളിയെ വിളിക്കുന്നത് അച്ഛാന്നാ. പക്ഷെ മലയാളികൾ അറിയാത്ത കേട്ടിട്ടില്ലാത്ത ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു. ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ ഇത്രയും പുള്ളി പോയി കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞു, എന്നിട്ടും പുള്ളിയെ അന്വേഷിച്ച് ഈ സമയത്ത് വരികയും പുള്ളിയുടെ കാര്യങ്ങൾക്ക് താല്പര്യം എടുക്കുകയൊക്കെ ചെയ്തതിന് എനിക്കും വളരെ സന്തോഷം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.